വിശുദ്ധ ജോൺ പോൾ രണ്ടാമനും വിശുദ്ധ മദർ തെരേസയ്ക്കുമൊപ്പം ശുശ്രൂഷ ചെയ്ത സഹോദരിമാരായ സന്യാസിനിമാർ ജൂബിലി നിറവിൽ. തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ തിരുമേനി സ്വദേശികളായ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ലിസിക്കും സിസ്റ്റർ മേരി സന്ധ്യയ്ക്കും ജൂബിലി ആഘോഷത്തിന്റെ മംഗളങ്ങളും ആശംസകളും ഇടവക അംഗങ്ങൾ നേർന്നു. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നിവർക്കൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവാനുഗ്രഹം ലഭിച്ചവരാണ് ഇരുവരും. തിരുമേനിയിലെ മണ്ഡപത്തിൽ ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ 8 മക്കളിൽ രണ്ടാമത്തേതും 4മത്തേതും മക്കളാണ് സിസ്റ്റർ ലിസിയും സിസ്റ്റർ മേരിയും. 1972 ഇരുവരും സഭാവസ്ത്രം സ്വീകരിച്ചത്. കൽക്കട്ടയിലെ മദർ ഹൌസിലായിരുന്നു ചടങ്ങ്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിൽ ചേർന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ ബാച്ചിലെ മലയാളികളായിരുന്നു ഇവർ. മദറിന്റെ കൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇരുവരും പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ മദർ തെരേസയുടെ അന്ത്യദിനങ്ങളിൽ മദറിനെ പരിചരിക്കുവാനും ഈ സഹോദരിമാർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകളിലും ഇവർ സജീവ സാന്നിധ്യമായിരുന്നു. റോമിലെ ഇവരുടെ സേവന കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ദൈവനിയോഗങ്ങൾക്കൊപ്പം സാന്നിധ്യമാകാൻ ഇവർക്ക് കഴിഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും മദർ തെരേസയുടെ കൂടെ 28 വർഷം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം യാത്ര ചെയ്യും. റോമിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ജർമ്മനിയിൽ പോയിട്ടുണ്ട്, പിന്നെ വേറെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ മഠങ്ങളിൽ പല സ്ഥലങ്ങളിലും മദറിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. മദറിൻ്റെ അടക്കുന്ന സമയത്ത് ഭയങ്കര ഓൾ ഓവർ ദ വേൾഡ് ഡിഗ്നേറ്റേറിയൻസ് വന്നായിരുന്നു. അന്നേരം പ്രൊസഷനായിട്ട് അവർ സാനിറ്റേറിയത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് തിരിച്ച് വന്ന് മദർ ഹൗസ് വന്ന് മദർ ഹൗസിൻ്റെ അവിടെ അടക്കി ഞങ്ങളെല്ലാവരും കൂടി. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ അനാഥരായവരെയും രോഗികളെയും പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെയും പരിചരിക്കുന്നതിന് ഇവർ പ്രത്യേകം താല്പര്യമെടുത്തു. മുംബൈ, ആന്ധ്രാപ്രദേശ്, ഒറീസ, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിസ്റ്റർ ലിസി കൂടുതലും സേവനം ചെയ്തിരുന്നത്. ഇരുവർക്കും കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. 10 വർഷം കൂടുമ്പോൾ മാത്രമേ ഇവർക്ക് നാട്ടിൽ വരുവാൻ അനുവാദമുള്ളൂ. സന്യസ്ത ജീവിതത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ സ്വന്തം നാട്ടിലെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണ് ഇരുവരും. തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ആന്റണി തെക്കേമുറിയിൽ ഇരുവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ദേവസ്യ ഓട്ടപ്പാറ, സൺഡേ സ്കൂൾ മുഖ്യ അധ്യാപകൻ പ്രിൻസ് ചമ്പരത്തിക്കൽ, ജോജോ പാറേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇനി 10 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയൂ. 21 ദിവസം നാട്ടിൽ ചെലവഴിച്ച് ഈ മാസം 12-ന് ഇവർ കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോകും. സിസ്റ്റർ ലിസി മണ്ഡപത്തിൽ കൽക്കട്ടയിൽ സേവന പ്രവർത്തനങ്ങൾ തുടരും. സിസ്റ്റർ മേരി സന്ധ്യ കൽക്കട്ടയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് സേവന പ്രവർത്തനങ്ങൾക്കായി യാത്ര തിരിക്കും. ഷക്കീന ന്യൂസ്, കണ്ണൂർ.